പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ടിൻ ഫ്ലെയിം റീഡിംഗ് ആയിട്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആളുകളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു ടിൻ ഫ്ലെയിം ആണോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ബന്ധത്തിൽ ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. കുറച്ച് കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും നമ്മളിത് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സാണ്. അപ്പം നമുക്ക് കുറച്ച് കാർഡ്സ് എടുക്കാം. തീർച്ചയായിട്ടും കുറച്ച് കാർഡ്സ് എടുക്കാം. അപ്പോൾ ടിൻ ഫ്ലെയിം ബന്ധത്തിന് വേണ്ടി ഒരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ച് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ബന്ധത്തിൽ ഉള്ള കറൻറ്റ് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ഇതൊരു ടിൻ ഫ്ലെയിം റീഡിംഗ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീർച്ചയായിട്ടും ഇതൊരു ടിൻ ഫ്ലെയിം ജേർണിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വേണ്ടിയുള്ളൊരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക. ടിൻ ഫ്ലെയിം ആയിട്ടുള്ളവർ എപ്പോഴും ചോദിക്കുന്നൊരു ഇതാണ്. അപ്പം നമുക്ക് നോക്കാം. ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു വ്യക്തികളുടെ റീഡിംഗ് ആണ്. അപ്പം നോക്കാം. ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ ഊർജ്ജമാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതൊരു ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. തീർച്ചയായിട്ടും ഇപ്പം നിലവിലെ ഇത്രയും കാർഡ് വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് റീഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലെ അവബോധം ഇപ്പോൾ ശക്തമാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ഇൻഡ്യൂഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ബന്ധത്തെക്കുറിച്ച് പുറത്തു നിന്നുള്ള ഉപദേശങ്ങളെക്കാൾ നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് എന്താണെന്ന് കേട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ അതിനൊരു ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് ഇവരും പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് പോവുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്ത് കാര്യവും ചെയ്യാം. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഉപദേശത്തേക്കാൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വേണ്ടത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അത് കേൾക്കുക. അതായത് നിങ്ങളുടെ ഇന്നർ സെൽഫ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുക. അതുപോലെ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു സമയമാണ്. ഇതാണ് നിങ്ങളുടെ നിലവിലെ ഊർജ്ജമാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ നിലവിലത്തെ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. കറൻറ്റ് എനർജി ഓഫ് യു ആണ് ഇത്. തീർച്ചയായിട്ടും ഇനി അടുത്തത് നിങ്ങളുടെ കറണ്ട് എനർജി ഓഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു കാർഡ് നമുക്കെടുക്കാം. ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ എന്താണ് പ്രായോഗികമായി ചിന്തിക്കുന്ന ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും അവർ പ്രായോഗികതയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച്. അതുപോലെ അവർ സാവധാനമേ നീങ്ങുന്നുള്ളൂ എന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും എന്താണ് ഈ ഒരു ബന്ധത്തിൽ സുരക്ഷിതമായ ഒരു അടിത്തറ എന്താണ് പണിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരു സുരക്ഷിതമായ അടിത്തറ പാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, പണിയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് വൈകാരികമായ പ്രകടനങ്ങളെക്കാൾ അവരുടെ പ്രവൃത്തിയിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഒരുപാട് ഇപ്പം നിങ്ങളുടെ അടുത്ത് അത്രയ്ക്ക് സ്നേഹമൊന്നും കാണിക്കത്തില്ല. അവർ ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബന്ധം മുന്നോട്ട് പോയാൽ അതിൻ്റെ എല്ലാ വശത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് ഇപ്പം പുറത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം ജേർണിയിൽ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ജേർണിയിൽ. അതുപോലെ അവരെന്താണ് വൈകാരികമായ പ്രകടനങ്ങൾ അവർ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണിപ്പോൾ. അവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനൊരു അടിത്തറ പണിയാം, അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിലവിൽ കടന്നു പോകുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ഊർജ്ജമാണിത് കേട്ടോ. തീർച്ചയായിട്ടും അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നമുക്കൊരു കാർഡ് എടുക്കാം. ഇതാണ് 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കറണ്ട് കണക്ഷനാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ബന്ധം അതെങ്ങനെ പോകുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ എനിക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിൽ ആഴത്തിലുള്ളൊരു വൈകാരിക ബന്ധം നിലനിൽക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്. സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹവും പരസ്പര ബഹുമാനവും സ്നേഹവും ഈ ഒരു ബന്ധത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നുണ്ട്. ടിൻ ഫ്ലെയിമിലെ യൂണിയൻ അല്ലെങ്കിൽ ഒരു
ഒരുമിക്കൽ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഒരു ഒരുമിക്കൽ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബഹുമാനം, സ്നേഹം, സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള സ്നേഹം, അതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയായിട്ട് ഈ ഒരു കാർഡ് നമുക്ക് എടുക്കാം. ഇനി എന്താണ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നേരിടുന്ന പ്രധാന തടസ്സം നോക്കാം. അതിവിടെ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, ഇല്ലാത്ത പരിമിതികൾ ഉണ്ടെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ പ്രധാനമായി നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത വെല്ലുവിളിയാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾ ഒരു അബദ്ധധാരണയിലൂടെയാണ് നടന്നു പോകുന്നത്. ശരിക്കും ഇവിടെ ഒരു വെല്ലുവിളി ഇല്ല. യഥാർത്ഥത്തിൽ ഇല്ലാത്ത പരിമിതികൾ ഉണ്ടെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. എനിക്കതിന് കഴിയില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന ചിന്താഗതി നിങ്ങളെ ഒരു സ്ഥലത്ത് തളച്ചിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ. ഭയത്തെ മാറ്റി നിർത്തിയാൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ മാറ്റുക. നിങ്ങൾക്ക് അബദ്ധധാരണയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ള ചിന്താഗതി തെറ്റാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉള്ളതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്തു ചോദ്യത്തിനുള്ള ഉത്തരമാണോ തേടി നടക്കുന്നത്, അതിനുള്ള വ്യക്തമായും കൃത്യമായ ഒരു ആൻസർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അനാവശ്യ ചിന്തകളും അബദ്ധധാരണകളും നീക്കി വെക്കണം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നേടുന്ന വെല്ലുവിളി ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു തടസ്സം എങ്ങനെ മറികടക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു ഫൂൾ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രത്യാശ കൈവിടലെന്ന് പറയുന്ന ഒരു കാർഡാണ്. കഴിഞ്ഞ കാലത്തെ പിണക്കങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിലൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മറക്കുക. ഈ ബന്ധത്തെ പുതിയ അധ്യായമായി കാണുക എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. പഴയ കാര്യങ്ങൾ ആവർത്തിക്കാതെ യാതൊരു മുൻധാരണകളും ഇല്ലാതെ പങ്കാളിയെ സമീപിക്കാനാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഭയമുണ്ട്. ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് എന്താണ്, തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് ഈ കാർഡ് പറയുന്നത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രപഞ്ചം എന്തോ ഒരു പ്ലാൻ നിങ്ങളുടെ ബന്ധത്തിൽ ഇട്ടതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യാത്രയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ചശക്തിയുടെ ആ പ്ലാനിൽ നിങ്ങൾ വിശ്വസിക്കുക. മുൻവിധി ഇല്ലാതെ നിങ്ങൾ പല കാര്യങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയാൽ തന്നെ ഇതിലും ഒരു മാറ്റം വരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താണ് സൺ കാർഡ് പറയുന്നത് നോക്കാം. അതായത് ഈ ഒരു സൺ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഫുൾ കാർഡ് എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സാഹസികത ഒക്കെ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഭയപ്പെടാതെ ഓരോന്നിനും മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ തടസ്സം എങ്ങനെ മറികടക്കാം, ഇപ്പോഴത്തെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ തടസ്സം എങ്ങനെ മറികടക്കാം. അതായത് മാറ്റങ്ങളെ നിങ്ങൾ ഭയപ്പെടാതെ സ്വീകരിക്കുക. നിങ്ങളുടെ യൂണിയൻ എളുപ്പമാകുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാം ശരിയാവുമോ എന്ന പേടി മാറ്റിവെച്ച് ഒരു പുതിയൊരു സാഹസിക യാത്ര തുടങ്ങുന്നത് പോലെ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. ഇനി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സൂചനയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു കാർഡാണ് ഈ ഒരു കാർഡ്. എല്ലാ തടസ്സങ്ങളും മാറി സന്തോഷവും വിജയവും ഈ ബന്ധത്തിൽ ഉണ്ടാവുമെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ പുതിയൊരു വെളിച്ചം കണ്ടെത്തൂ എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കുക. ടാരോട്ട് റീഡിംഗ് എന്നതൊരു മാർഗ്ഗനിർദ്ദേശം മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ നിങ്ങളുടെ തീരുമാനങ്ങളും കർമ്മങ്ങളുമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാനൊരു ഗൈഡൻസ് മാത്രമാണ് തരുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളും കർമ്മങ്ങളുമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് ഈ ഒരു സമയത്ത് പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് കാർഡും കൂടി എടുക്കാം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയെ പറ്റി എന്താണ് ഡിവൈൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. കുറച്ച് കാർഡും കൂടെ നമുക്ക് എടുക്കാം. ഒരു കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
എടുക്കാം. തീർച്ചയായിട്ടും ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ ജേർണിയിൽ ഇനിയും വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ ജീവിതചക്രം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതും പ്രയാസകരമായ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുന്നതും അതുപോലെ തന്നെ ഒരു പുതിയ കാര്യം നിങ്ങളെ തേടി വരികയും ചെയ്യുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതൊരു നിങ്ങളുടെ വിധിക്കപ്പെട്ട മാറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ ഒരുമിച്ചൊരു ഒരു പുതിയ യാത്ര തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. എന്താണ് ഇനി അടുത്ത ഗൈഡൻസ് എന്ന് നോക്കാം. ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കാണ് ഇനിയും വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വരാൻ പോകുന്ന മാറ്റം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കാണ് ഇനിയും വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗീവ്, ഒരു തുല്യമായ ഒരു സഹവർത്തിത്വം ആഴത്തിൽ മനസ്സിലാക്കുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വ്യക്തികൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് വരുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരു അന്തിമ ഫലത്തിനൊരു കാർഡും കൂടി എടുക്കാം. എന്താണ് അന്തിമ ഫലത്തിനൊരു കാർഡെന്ന് നോക്കാം. ഒരു വേൾഡ് കാർഡാണ് അന്തിമ ഫലമായിട്ട് വന്നത്. ഈ ഒരു വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കാത്തിരിപ്പിനോ പോരാട്ടത്തിനോ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിച്ച പൂർണ്ണതയ്ക്ക് എന്നും ഒരു വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കാനോ സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് ഒരു പൂർണ്ണത ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നതായിട്ടോ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് അങ്ങനെ ഒരു സൂചനയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ല് നിങ്ങൾ പിന്നിട്ടതായിട്ടാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ റീബർത്തൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി വളരെ ശോഭനമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കുന്നു. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നാണ് ഈ ഒരു കാർഡ്സൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം ട്വിൻ ഫ്ലെയിം ആണോ, നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം വീശട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനകളോടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരട്ടെ. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ റീഡിങ്ങുമായിട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് എടുത്തത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.